പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗർ എന്ന ചാപ്റ്റർ എടുത്തതാണ്, ഒരു ഭാഗം എടുത്തതാണ്. ഇനി അതിൻ്റെ ബാക്കിയാണ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ഭാഗം കാണുക. അതിനുശേഷം ശേഷമാണ് ഇത് കാണേണ്ടത്. ഓക്കെ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ആ വീട്ടിൽ എന്തൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത്? പല്ലി, അതുപോലെ തന്നെ മക്കടി, പിന്നെ എന്താണ്, മക്കി, മച്ചർ, അല്ലേ? ഇതെല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ അവരെല്ലാവരും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇനി അതിൻ്റെ ബാക്കി എന്താണെന്ന് നോക്കാം. തേസ് ആവാസ് മേ ബാത്ത് കർ രഹേ ഹോ കി മേരെ ബच्चे സോനെ കെ ബജായ് കർവട്ട് ബദൽ രഹേ ഹേ. ഇവിടെ എന്താണ് അതിന് മുമ്പ് സംഭവിച്ചത്? നയേ മക്കാൻ കി നയി സഫേദ് ജഗ് ദീവാർ കെ പുതായി കി पपड़ी में से सिर निकालते हुए കാലി ചിംട്ടി ने कहा आप लोग इतनी കറുത്തൊരു ഉറുമ്പ് അവിടെ ഉണ്ടായിരുന്നു അല്ലേ? കറുത്ത ഉറുമ്പ് തല നീട്ടിക്കൊണ്ട് ആ ചുമരിന്റെ ഇടയിൽ നിന്ന് തല നീട്ടിക്കൊണ്ട് പറയാണ്, ആപ്പ് ലോഗ് ഇത്തനി തേസ് ആവാസ്മേ, നിങ്ങളെല്ലാവരും ഇത്രയും ഉച്ചത്തിൽ സംസാരിച്ചിട്ട് മേരെ ബच्चे സോനേക്കെ ബജായ് കർവട്ട് ബദലഹേ ഹേ, എൻ്റെ കുഞ്ഞ് ഉറങ്ങുന്നതിന് പകരം വശം തിരിഞ്ഞ് കിടക്കുകയാണ് എന്ന് പറയാനുള്ളത്. അത് തിരിഞ്ഞും മറിഞ്ഞും കിടക്കല്ലോ, ഉറങ്ങാതെ കുട്ടികൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കൂലേ? അങ്ങനെയാണ് പറഞ്ഞത്. എൻ്റെ കുഞ്ഞ് ഉറങ്ങാതെ വശം തിരിഞ്ഞ് കിടക്കുന്നു നിങ്ങളുടെ സൗണ്ട് കാരണം എന്ന് പറയാണ്. നിങ്ങൾ ഉച്ചത്തിൽ സംസാരിച്ചിട്ട് എൻ്റെ കുഞ്ഞിന് ഉറക്കം വരുന്നില്ല എന്ന് ആരാ പറയുന്നത്? എറുമ്പ് പറയാണല്ലേ. ഇവിടെ ആരാണ്? ചീംട്ടി അല്ലേ? ആ ചീംട്ടി, ഉറുമ്പാണ് പറയുന്നത്. ഓ മാഫ് കർണ, ഓ ക്ഷമിച്ചാലും. ചിപ്പക്കലി ने മക്കടി की तरफ സവാലിയ ആങ്കോं से देखते हुए कहा. എങ്ങനെയാണ് ചിപ്പക്കലി അത് പറഞ്ഞത്? പല്ലി എങ്ങനെയാണത് പറഞ്ഞത്? മക്കടിക്ക് തരഫ്, മക്കടിക്ക് നേരെ, ചിലന്തിക്ക് നേരെ, സവാലിയ ആങ്കോം സേ, സവാലിയ ആങ്കോം എന്ന് പറഞ്ഞാൽ ചോദ്യക്കണ്ണുകളോടെ നോക്കിയിട്ട് പറയാണ്. അതായത് എപ്പോഴാണ് ഇപ്പം ഇത് വന്നത്? ഇതിപ്പം അവര് കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതിനെ, ആ ഉറുമ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് സൗണ്ട് കേട്ടപ്പോഴാണ് നോക്കുന്നത് എന്ന ആ ഒരു ചോദ്യരൂപം ഉണ്ടാവുമല്ലോ. ആ ചോദ്യരൂപത്തിലാണ് ആരെ നോക്കിയത്? മക്കടിയെ നോക്കിക്കൊണ്ട് പറയാണ്, മാഫ് കർണ, ക്ഷമിച്ചാലും എന്ന് പറയാണ്. പതാ നഹി കബ് സേ രഹി ഹെ. അപ്പൊ ആ ചോദ്യക്കണ്ണുകളോടെ നോക്കിയല്ലോ, അതിന് മറുപടി ആയിട്ടാണ് പറയുന്നത്. മക്കടി എന്താ പറയുന്നത്? പതാ നഹീം, അറിയില്ല, കബ് സേ രഹി ഹെ, എപ്പോ തൊട്ടാണ് ഇവിടെ താമസിക്കാൻ തുടങ്ങിയതെന്ന് അറിയില്ല. അപ്പൊ ഉറുമ്പുകൾ എപ്പോൾ മുതലാണ് ഇവിടെ താമസത്തിന് വന്നത് എന്ന് അറിയില്ല. മേം ബി പഹലി ബാർ ഹി ദേഖ് രഹി ഹും, ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് പറയാണ്. മക്കടീനെ ഫുസ്ഫുസാത്തെ ഹുയ കഹ, മക്കടി പതുക്കെ പറഞ്ഞു. ഫുസ്ഫുസാന പറഞ്ഞാൽ പതുക്കെ പറയാ, പെറുക്കുക എന്ന് പറയും. चाय तैयार है और मैं पड़ोसी होने के नाते पहली मुलाकात के मौके पर आप दोनों को एक साथ बुला रही हूँ, തതയ്യ बोली. അതിനിടയ്ക്ക് തതയ്യ പറയാണ്. തതയ്യ പറഞ്ഞാല് എന്താ പറയാ, കടന്നലാണ്. തതയ്യ കടന്നൽ പറയാണ്. ചായ തയ്യാർ ഹെ, ചായ തയ്യാറായിട്ടുണ്ട്. और मैं പടോസി ഹോനേക്കെ നാത്തെ, ഞാൻ പടോസി ആയത് കാരണം, ഞാൻ നിങ്ങളുടെ അയൽവാസിയാണല്ലോ, അയൽക്കാരനായത് കാരണം തന്നെ, പഹലേ മുലാഖാത്ത് കെ മോക്കെ, ആദ്യ കൂടിക്കാഴ്ചയുടെ അവസരത്തിൽ, ആപ്പ് ദോനോക്കോ ഏക് സാത്ത് ബുലാ രഹി ഹും, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഒന്നിച്ച് ക്ഷണിക്കുന്നു. എന്തിന്? ചായ കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ അയൽവാസിയായ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഒന്നിച്ച് ക്ഷണിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ട് വന്നതല്ലേ, ആദ്യമായി വന്ന ആദ്യ കൂടിക്കാഴ്ചയിൽ ഞാൻ നിങ്ങളെ ചായക്ക് വേണ്ടി ക്ഷണിക്കുന്നു എന്ന് തതയ്യ പറയുന്നു. मकड़ी और छिपकली को खिड़की के पर्दे के पीछे ततैया के यहाँ आकर अच्छा ही लगा. മക്കടിക്കും ചിപ്പക്കലിക്കും ഖിടുക്കിക്ക് പർദ്ദയ്ക്ക് പീച്ചെ, ജനൽ കർട്ടന് പിന്നിൽ നിൽക്കുന്ന കടന്നലിനെ കണ്ടപ്പോൾ വളരെയധികം രസകരമായിട്ട് തോന്നി. और कौन है यहाँ, ചിപ്പക്കലിനെ बोली. ഇനി ഇവിടെ ആരൊക്കെ ഉണ്ട്? ആര് ചോദിക്കുകയാണ്? പല്ലി ചോദിക്കുകയാണ്.
സ്യാദാദർ സെ തും മിൽ ഹി ചുക്കി ഹോ. കൂടുതൽ പേരെയും, സ്യാദാദർ പറഞ്ഞാൽ കൂടുതൽ, കൂടുതൽ ആളുകളെയും നിങ്ങൾ എന്ത് ചെയ്തു, കൂടുതൽ പേരെയും നിങ്ങൾ മിൽ ഹി ചുക്കി ഹോ കണ്ടു കഴിഞ്ഞു, എല്ലാവരെയും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എനിക്ക് അലവ ഏക്ക് തോ ചൂഹ ഹെ. ഇവരെ കൂടാതെ ഇനി ഇവിടെ ആരാണുള്ളത്? അലാവ കൂടാതെ, എനിക്ക് അലാവ ഇവരെ കൂടാതെ, ഏക്ക് തോ ഒരാളുള്ളത് ആരാണ്? ചൂഹ ഹെ എലിയാണ്. ഒരാൾ, ഇവരെ കൂടാതെയുള്ള ഒരാൾ എലിയാണ്. ലേക്കിൻ വോ പൂരേ സമയ നഹീ രഹതാ ഹെ. പക്ഷേ അവൻ പൂരേ സമയം മുഴുവൻ, എല്ലാ സമയത്തും നഹീ രഹത്ത ഇവിടെ താമസിക്കില്ല, അവൻ ഇവിടെ എല്ലാ സമയത്തും താമസിക്കില്ല. ആത്താ ജാത്താ രഹത്താ ഹെ. അവൻ വരികയും പോവുകയും ചെയ്യും. രാവിലെ മുതൽ വൈകുന്നേരം വരെയോ അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനും അവിടെ തങ്ങുന്നതല്ല എലി. എലി എന്താ ചെയ്യുക? അത് വരികയും ചെയ്യും, പോവുകയും ചെയ്യും. അതാണ് എലി ഇവിടെ ചെയ്യുന്നത്. എല്ലാ സമയത്തും അവിടെ താമസിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. കബി കബി ഏക് ദോ യാ തീൻ ദിൻ കെ ലിയെ ഗായബ് ബി ഹോ ജാത്താ ഹെ. കബി കബി ഇടയ്ക്കിടയ്ക്ക്, ഏക് ദോ യാ തീൻ ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തേക്ക്, ഇടയ്ക്കിടയ്ക്ക് ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് അവൻ അപ്രത്യക്ഷമായിരിക്കും. അതായത് അവനവിടെ കാണാനുണ്ടാവില്ല. അവൻ ഗായബ് പറഞ്ഞ നഷ്ടം, അതുപോലെ തന്നെ അപ്രത്യക്ഷം എന്നൊക്കെ പറയാം. അതായത് എലിയെ 2-3 ദിവസത്തേക്ക് കാണാനുണ്ടാവില്ല അവിടെ, അവനവിടെ അപ്രത്യക്ഷനാണ്, അവിടെ ഉണ്ടാവില്ല എന്നർത്ഥം. ക്യാ കാം കർത്താ ഹെ വഹ്. അവൻ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? സുനാ ഹെ പത്രകാർ ഹെ. കേട്ടത് പത്രകാരനാണെന്നാണ്. തബി ഉസ്കെ അലാവ കോയി ഓർ. അപ്പോൾ അവനെ കൂടാതെ, അലാവ കൂടാതെ, കോയി ഓർ മറ്റാരെങ്കിലും, നഹി ആർ കോയി ബി നഹി ഹെ ഇല്ല, മറ്റാരും ഇനിയില്ല. ചിടിയാമ്പി ആത്തി ഹെ വൈസേ ദിൻമേ. പക്ഷികൾ വരാറുണ്ട്. ചിടിയാം പക്ഷികൾ വരാറുണ്ട്. വൈസേ ദിൻമേം. ലേക്കിൻ അവരെപ്പോഴാണ് വരുന്നത്? ദിൻ പകൽ സമയത്താണ് അവർ വരുന്നത്. ലേക്കിൻ ശാം കോ ചലി ജാത്തി ഹെ. പകൽ സമയത്ത് അവർ വരുന്നു, എന്നിട്ട് അവർ വൈകുന്നേരമാകുമ്പോൾ തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഏക് ഗിൽഹരി ഹെ. ഒരണ്ണാനുണ്ട്. ഗിൽഹരി അണ്ണാൻ, ഒരണ്ണാനുണ്ട്. വോ ബാഹർ രഹത്തി ഹെ. അവനാണെങ്കിൽ പുറത്താണ് താമസിക്കുന്നത്. അവൻ ഇതിനുള്ളിലൊന്നല്ല താമസിക്കുന്നത്. ഒരണ്ണാനുള്ളത് പുറത്താണ് താമസിക്കുന്നത്. അന്തർ രഹനെ വാലെ കേവൽ ഹം ഹി ഹെ. അകത്ത് താമസിക്കുന്നവർ കേവലം നമ്മൾ മാത്രം തന്നെയാണ് ഉള്ളത്. അന്തർ രഹനെ വാലെ, അന്തർ പറഞ്ഞ അകത്ത്, ഉള്ളിൽ താമസിക്കുന്നവര് നമ്മൾ മാത്രമാണുള്ളത്. और श्रीमान फरहाद छिपकली ने तदैया और मकड़ी दोनों की ओर देखते हुए पूछा. ചിപ്കലി തതയ്യയെയും അതുപോലെ തന്നെ മക്കടിയെയും രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്. और श्रीमान फरहाद, അപ്പോൾ ശ്രീമാൻ ഫർഹാദ്, क्या तुम उनकी बात कर रही हो जो शरीर पर से एक तरह के कपड़े उतार कर दूसरी तरह के कपड़े पहनते रहते हैं. നിങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ചാണോ ചോദിക്കുന്നത്? ആരാണോ ശരീരത്തിൽ നിന്നും ഒരു വസ്ത്രം മാറ്റിയിട്ട് മറ്റൊരു വസ്ത്രം ധരിച്ചിട്ട് ഇവിടെ താമസിക്കുന്നത്, അയാളെ കുറിച്ചാണോ ചോദിക്കുന്നത് എന്ന് പറയാണ്. पर वो तो केवल रात में रहने के लिए आते हैं. പക്ഷേ അദ്ദേഹവും ഇവിടേക്ക് കേവലം രാത്രി താമസിക്കാൻ വേണ്ടി മാത്രം വരുന്ന ആളാണ്. കേവലം രാത്രിയിൽ, രഹ്നെ കെ ലിയെ താമസിക്കാൻ വേണ്ടി, യഹാം ആത്തെ ഹെ ഇവിടെ എത്തുന്നു. ഉസ്മേം ബി ജ്യാദാദർ സമയ് സോയെ രഹത്തെ തെ. അതിൽ കൂടുതൽ സമയവും അദ്ദേഹം ഉറങ്ങുകയാണ് ചെയ്യുന്നത്. സോയെ രഹ്ന പറഞ്ഞ ഉറങ്ങുക. थोड़ी देर के लिए जागते हैं तो किताब उठाकर पढ़ने लग जाते हैं. थोड़ी देर के लिए കുറച്ച് സമയത്തിന് അദ്ദേഹം ഉണരുകയാണെങ്കിൽ തന്നെ എന്താ ചെയ്യുന്നത്? കിതാബ് ഉടാക്കർ പഠനെ ലഗ് ജാത്തെ ഹെ. പുസ്തകം എടുത്തിട്ട് വായന തുടങ്ങുന്നു. സച്ച് പൂച്ചോ തോ വേ ബഹുത് थोड़ी सी जगह लेते हैं इस मकान में. അദ്ദേഹം ഈ കെട്ടിടത്തിൽ ധോഡി സി ജഗ, കുറഞ്ഞ സ്ഥലം മാത്രമാണ് അദ്ദേഹം എടുക്കുന്നത്.
ഈ കെട്ടിടത്തിലെ കുറഞ്ഞ സ്ഥലം മാത്രമാണ് അദ്ദേഹത്തിന് വേണ്ടത്. കുറച്ച് സ്ഥലം മാത്രമേ അദ്ദേഹം ഉപയോഗിക്കുന്നുള്ളൂ. ഹമാരി തര ദീവാരവും, ഞങ്ങളെ പോലെ ദീവാരവും ചുമരുകൾ, അതുപോലെ തന്നെ ഗിടിക്കിയും, അതുപോലെ തന്നെ ഗിടിക്കി പറഞ്ഞ ജനൽ, ചുമരുകളും അതുപോലെ തന്നെ ജനലുകള്. യാ ചത്ത് പറഞ്ഞ മേൽക്കൂര, മേൽക്കൂരയും ടെറസൊക്കെ ഉണ്ടല്ലോ, ടെറസില് അതുപോലെ തന്നെ ജനല്, ചുമര്. ഉനക്ക ഗാസ് ലേന ദേന നഹി, അതൊന്നും അദ്ദേഹത്തിന് അത്ര പ്രത്യേകതയില്ല. ഈ പറഞ്ഞ സ്ഥലങ്ങൾക്കൊന്നും അദ്ദേഹം അത്ര പ്രാധാന്യം നൽകുന്നില്ല. തദയ്യാനെ കഹ, തദയ്യ പറയാണ്, घास क्या उनका तो कुछ भी लेना देना नहीं है। मकड़ी को बहुत कम समय में ही यह बात समझ आ गई थी, इसलिए जोर देकर बोली। चाय के बाद अपने अपने ठिकानों की ओर रुख करने से पहले मकड़ी, छिपकली और ततैया ने एक दूसरे को अपने अपने पते बताए। देर रात श्रीमान फरहाद आए। उन्होंने 2 कमरे, किचन और बरामदे वाले अपने नए मकान में हर जगह की लाइट जलाई, गाना बनाकर गाया, पानी पिया, मच्छरदानी लगाई और लाइटें बुझाकर सो गए। ഗാസ് ക്യാ ഉൻകാ തോ കുച്ച് ബി ലേന ദേന നഹി ഹെ. ഇനി ഇവിടെ മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പറയാം. ബാക്കി ഇന്നെടുത്ത അത്രയും ഭാഗം നിങ്ങൾ ഇനി അടുത്ത ക്ലാസ്സിലേക്ക് ഇത്രയും എടുക്കാം. അല്ലാതെ ഇത് ഇപ്പം നമ്മൾ എടുത്താൽ നമുക്കത് അത് ഫുള്ളായിട്ട് നമുക്കിതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, അത് അടുത്തൊരു വീഡിയോ ആയിട്ട് എടുക്കാം. നിങ്ങൾ ഈ എടുത്ത അത്രയും ഭാഗം നന്നായിട്ട് വായിച്ചു നോക്കുക, മീനിങ് ഒക്കെ മനസ്സിലാക്കുക. ഇതൊരു തവണ കൂടുതൽ മീനിങ് ഒക്കെ പറഞ്ഞു തരാം. നമ്മൾ എടുത്തത് ഇവിടെ മുതലാണ്. ഫർഹാദ് ആ ഗയി, കഹത്തെ, ചിപ്പക്കലി, ചെഹരെ, വൈസി, അസീം. നമ്മൾ എടുത്ത ഭാഗം മുതൽ ഒന്നുകൂടെ മീനിങ് നോക്കാം. തേസ് ആവാസ് മേ ബാത്ത് കർ രഹി ഹോ കി മേരെ ബച്ചെ സോനെ മേ. തേസ് ആവാസ് പറഞ്ഞാൽ ശക്തമായ സൗണ്ട്, അതായത് ഉച്ചത്തില്. തേസ് ആവാസ് പറഞ്ഞാൽ ഉച്ചത്തില്. ബാത്ത് കർ പറഞ്ഞാൽ സംസാരിക്കുക. മേരെ ബച്ചെ എൻ്റെ കുഞ്ഞ്. സോനയ്ക്ക് ബജായി ഉറങ്ങുന്നതിന് പകരം. കറവട്ട് ബദൽ രഹേ ഹെ, കറവട്ട് ബദൽ പറഞ്ഞാൽ വശം തിരിഞ്ഞ് കിടക്കുക. മാഫ് കർണ, ചിബക്കലി മക്കടി ചിലന്തി. സവാലിയ ആംഗോം, സവാലിയ ആംഗോം എന്ന് പറഞ്ഞാൽ ചോദ്യ രൂപേണ. ദേഖ്ന നോക്കുക. പതാ നഹീം അറിയില്ല. കബ് എപ്പോൾ. സെ മുതൽ. രഹ് രഹി ഹെ താമസം തുടങ്ങി. മേം ബി പഹലി ബാർ, മേം ബി ഞാനും. പഹലി ബാർ ഫസ്റ്റ് തവണ. ദേഖ് രഹി ഹും കാണുകയാണ്. മക്കടീനെ ഫുസ്ഫുസാത്തെ ഹുയെ കഹ, മക്കടി ഫുസ്ഫുസാന പിറുപിറുക്കുക, മെല്ലെ പതുക്കെ പറയാ. പടോസി അയൽവാസി. ഹോനെ കെ നാത്തെ ആയതു കാരണം. പഹലി മുലാഖാത്ത് ആദ്യ കൂടിക്കാഴ്ച. മൗക്കെ അവസരം. മക്കടി ഓർ ചിപക്കലിനെ ഗിടുക്കി, ഗിടുക്കി ജനൽ. പർദേ കർട്ടൻ. പീച്ചെ പിന്നിൽ. തതയ്യ കടന്നൽ. ജ്യാദാദർ കൂടുതൽ. അലാവ കൂടാതെ. ആത്ത ജാത്ത വരുകയും പോവുകയും. കബി കബി ഇടയ്ക്കിടയ്ക്ക്. ഗായബ് അപ്രത്യക്ഷമാവുക. ചിടിയ പക്ഷികൾ. ശ്യാം വൈകുന്നേരം. ഗിൽഹരി അണ്ണാൻ. ബാഹർ പുറത്ത്. കപ്പട വസ്ത്രം, കപ്പടെ വസ്ത്രം. ജ്യാദാദർ കൂടുതൽ. സമയ് സമയം. സോയെ രഹത്തെ ഹെ ഉറങ്ങുന്നു. സോന ഉറങ്ങുക, സോയെ രഹത്തെ ഹെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു.
തോടി ദർ കേലിയെ കുറച്ച് സമയത്തിന്, തോടി ദർ പറഞ്ഞാൽ കുറച്ച് സമയം, അല്പസമയം. ജാഗ്തേ ഹെ, ജാഗ്ന പറഞ്ഞാൽ ഉണരുക. കിതാബ് പുസ്തകം. ഉഡാക്കർ എടുത്തിട്ട്. പഠനെ ലഗ വായിക്കാൻ തുടങ്ങി. പഠനെ ലഗ് ജാത്തേ ഹെ വായിക്കാൻ തുടങ്ങുന്നു. ജഗഹ് സ്ഥലം. മക്കാൻ കെട്ടിടം. ദീവാർ ചുമര്. ഖിഡ്കി ജനൽ. ചത്ത് മേൽക്കൂര അഥവാ ടെറസ്. ഗാസ് പ്രത്യേകത. തദയ്യ കടന്നൽ. ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്ന് എടുത്തത്. അത്രയും ഭാഗം നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് എടുക്കാം. നിങ്ങൾ ക്ലാസ് കാണുന്ന കുട്ടികൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും കൂടെ ചെയ്യുക. ഓക്കെ.